നിങ്ങൾക്കൊരു പ്രിൻസസ് കട്ട് ചുരിദാറാണ് കാണിക്കുന്നത്. കട്ട് ചെയ്യുന്നില്ല, അത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈസ്റ്ററും വിഷുവും ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഹായ് പറയാൻ വന്നതാണ്. ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ജോയിൻ ചെയ്യാനുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രിൻസസ് കട്ട് ടോപ്പ് അതാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനും കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ്. താങ്ക് യു. അപ്പം നമുക്ക് തുടങ്ങാം. ഇതും ഒരു സാരി തന്നെയാണ് കേട്ടോ. ഞാനേ ഒരു 1-2 സാരി എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടു. അപ്പൊ ഡിസ്പ്ലേ ചെയ്ത് അത് കണ്ടപ്പോഴത്തേക്ക് വരുന്നവരൊക്കെ അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും കയ്യിൽ സാരി ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ സാരി കൊണ്ടുവന്നിട്ട് ചിലർ പറയും എനിക്ക് ഇഷ്ടമുള്ള മോഡൽ തയ്ച്ചോളാം, ചിലർ അവര് തന്നെ മോഡൽ പറയും. അപ്പൊ ഇതും ഒരു സാരിയാണ് കേട്ടോ. സാരി ഇത് അതിന്റെ മുന്താണിയാണ്, ഈ കാണുന്നത് മുന്താണി. പിന്നെ ഈ സൈഡിലെ ബോർഡർ, ആ ബോർഡർ കുറച്ച് ഭാഗം നമ്മുടെ സ്ലിറ്റിന്റെ ഭാഗത്ത് വെച്ച് തയ്ക്കാൻ പറഞ്ഞേക്കാണ്. ഈ ഭാഗം മുന്താണി ഉള്ള ഭാഗം നമുക്ക് ഇത് ഫ്രണ്ടിലായിട്ട് തയ്ക്കാം. ഇത് ഞാനൊരു പ്രിൻസസ് കട്ട് ടോപ്പ്, അതായത് ഫുള്ള് കട്ട് ചെയ്യാതെ ഉള്ള ഒരു പ്രിൻസസ് കട്ട് ടോപ്പാണ് ഞാനിത് തയ്ക്കുന്നത്. അപ്പോൾ 1-2 പേര് എന്നോട് ചോദിച്ചിരുന്നു അങ്ങനത്തെ ഒരു ടോപ്പ് വെച്ച് കാണിക്കാമോന്ന്. സാധാരണ ഫുള്ള് താഴെ അറ്റം വരെ പ്രിൻസസ് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇതിപ്പോ ഞാൻ അങ്ങനെയല്ല, അല്ലാതെ ഒരു കട്ടും ചെയ്യാതെ വെറും പ്രിൻസസ് കട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത്. ഇതിന്റെ ലെങ്തും ഒക്കെ നമ്മൾ പിടിച്ചു. ലെങ്ത് ഒക്കെ എത്ര വേണമെന്ന് ഓരോരുത്തരുടെ അളവനുസരിച്ച്, അതുപോലെ വണ്ണം എത്ര വേണം അത് ഓരോരുത്തരുടെ അളവനുസരിച്ചാണ്. ഇത് ഞാനൊരു 13 ഇഞ്ച് വണ്ണത്തിൽ എടുക്കുകയാണ് കേട്ടോ. അതായത് 44 ഇഞ്ചാണ് അതിന്റെ ചെസ്റ്റ് വണ്ണം വേണ്ടിയത്. 44 ഇഞ്ച് ആകുമ്പോഴത്തേക്ക് ഞാൻ അതിനെ കുറച്ച് കൂട്ടിയെടുത്തു. കാരണം നമ്മൾ ഫ്രണ്ട് പ്രിൻസസ് കട്ടിന് കുറച്ച് വെട്ടണം, അതുകൊണ്ട് കുറച്ചും കൂടെ കൂട്ടിയെടുത്തു. 13 ഇഞ്ച് ആകുമ്പോഴത്തേക്ക് എത്ര വരും, 52ന്റെ അടുത്ത് വരില്ലേ? അത്രയും വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ആം ഹോൾ 7 ഇഞ്ച് തന്നെ, 1.5 ഇഞ്ച് കൈക്കുഴി നമ്മൾ സാധാരണ ചുരിദാറിന് വെട്ടും പോലെ തന്നെ. അതുപോലെ ഷേപ്പിന്റെ അവിടെ നമ്മൾ ചെസ്റ്റിന്റെ അവിടെ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കണം. ചെസ്റ്റ് 13, ഷേപ്പിന്റെ അവിടെ 12, സ്ലിറ്റിന്റെ അവിടെ 13.5. അതായത് 13 നമ്മൾ നെഞ്ചുവണ്ണം എടുക്കുമ്പോൾ 13.5 സ്ലിറ്റിന്റെ വണ്ണം എടുക്കണം. കുറച്ചും കൂടെ വണ്ണം വേണമെന്നുള്ളവർക്ക് 14 എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 14 വേണമെങ്കിലും എടുക്കാം, 1 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കാം. നല്ല ഭംഗിക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ 13.5 എടുത്താൽ മതി. കാരണം നമ്മൾ മടക്കിയൊക്കെ തയ്ച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും. പിന്നെ ചിലർക്ക് കുറച്ചും കൂടെ സ്ലിറ്റ് വേണം എന്ന് തോന്നുന്നവർക്ക് നമുക്ക് 14 ഇഞ്ചിൽ തയ്ക്കാം, കുഴപ്പമില്ല. 14 ഇഞ്ചിൽ വെട്ടാം. ഇഞ്ചിൽ നമ്മൾ 13.5 ഇഞ്ചിലാണ് ഞാൻ ഇപ്പൊ സ്ലിറ്റ് വെട്ടിയേക്കണം. എന്നിട്ട് അത് താഴേറ്റം വരെ ഇതുപോലെ വെട്ടിയെടുക്കുക. അപ്പൊ ചുരിദാറിന്റെ കട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് എടുക്കാം. ഫ്രണ്ട് മാത്രം, ഫ്രണ്ടിലാണ് നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട് എടുക്കുക, ഫ്രണ്ട് ലൈനിങ് ഇതും കൂടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇത് നമ്മൾ ഈ മുകൾ ഭാഗത്തുനിന്ന് ഒരു 10.5 ഇഞ്ച് താഴേക്ക് പിടിക്കണം കേട്ടോ. ഒരു 10 ഇഞ്ച് മതി. 10.5 ആണോന്നില്ല, 10 ഇഞ്ച്. പിന്നെ 10.5 എടുത്താലും കുഴപ്പം, പക്ഷെ 10.5 കുറച്ചും കൂടെ താണു, 10 ഇഞ്ച് മതി. 10 ഇഞ്ച്. പിന്നെ അവിടെ നിന്ന് ഷേപ്പിന്റെ ഒരു 15 ഇഞ്ചിന്റെ അവിടെ വരെ ഒരു മാർക്ക് ഇട്ടിട്ട് നമ്മളിവിടെ നിന്ന് നെഞ്ചിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ പ്രിൻസസ് കട്ട് എടുക്കും പോലെ തന്നെ ഇങ്ങനെ ഒരു വരച്ചിട്ട് നമ്മളിവിടെ നോക്കണം. ഒരു 4 ഇഞ്ച് വിട്ട് മതി, 3.5-4 ഇഞ്ച് വിട്ട് മതി നെഞ്ചിന്റെ അവിടെ.
നല്ല നെഞ്ചൊക്കെ ഉള്ളവർക്ക് 4 ഇഞ്ച് എടുക്കാം, ഇല്ലെങ്കിൽ 3.5 ഇഞ്ച്. ചെറിയ ആൾക്കാർക്കൊക്കെ അധികം നെഞ്ച് വണ്ണമൊന്നും ഇല്ലാത്തവർക്ക് 3.5 മതി. എന്നിട്ട് ഇത് അവിടെ നിന്ന് വരച്ച് നമ്മളിവിടെ ഒരു 6 അടയാളപ്പെടുത്തില്ലേ, അവിടെ കൊണ്ടുവന്ന് ഒട്ടിക്കണം. ഇതിൽ നമ്മൾ ഈ ഇടയ്ക്കൊന്നും കട്ട് ചെയ്യാതെ വെക്കുന്ന ഒരു പ്രിൻസസ് കട്ട് മോഡലാണ് കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. കൈക്കുഴിയുടെ അവിടെ നിന്ന് അതുപോലെ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെക്കും. കണ്ടോ, ഇത്രയും ഭാഗം. എന്നിട്ട് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. 4 ഇഞ്ച് നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി. അതുപോലെ അപ്പുറത്ത് ആ ഭാഗത്തുനിന്നും നമ്മളൊരു 4 ഇഞ്ച് കട്ട് ചെയ്ത് അകത്തോട്ട് കട്ട് ചെയ്തിട്ട് ആ എൻഡിൽ കൊണ്ടുപോയി മുട്ടിക്കണം. ഇത്രയും കട്ട് ചെയ്ത് അവിടെ നിന്ന് ഒഴിവാക്കിയാൽ മതി. ഒരു 4 ഇഞ്ച് ഭാഗം അവിടെയും കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് അതിങ്ങനെ അങ്ങ് തയ്ക്കണം. കാരണം ഇത് ഇടയ്ക്ക് കട്ടൊന്നും വരുന്നില്ല. അതുപോലെ താഴെ വരെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. താഴെ വരെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കുറേ പ്രിൻസസ് കട്ടിൻ്റെ അവിടെ നിന്ന് കുറേ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതങ്ങനൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇങ്ങനെ മാത്രമാണ് ചെയ്യുന്നത്. ഈ നടുക്കൂടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ചിന് വേണ്ടി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ നിന്ന് ഒരു അകത്തോട്ട് ഒരു 4 ഇഞ്ച് കട്ട് ചെയ്ത് താഴെ കൊണ്ടുവന്ന് മുട്ടിക്കണം. 4 ഇഞ്ചോ ഒരു 1/2 ഇഞ്ചോ അകത്തോട്ട് കയറ്റി കട്ട് ചെയ്ത് അവിടെ മുട്ടിക്കണം. കാരണം നമ്മളിത് ഇടയ്ക്ക് കട്ട് ചെയ്യുന്നില്ല. സാധാരണ ചിലർ ഇത് ഫുള്ളായിട്ട് താഴെ അറ്റം വരെ നമ്മൾ ഈ പ്രിൻസസ് കട്ടിന് കട്ട് ചെയ്യും ടോപ്പിന്. പിന്നെ അല്ലെങ്കിൽ അരഭാഗം വരെ, പ്രിൻസസ് ടോപ്പിന്റെ അരഭാഗം വരെ കട്ട് ചെയ്തിട്ട് അരഭാഗത്തുനിന്ന് താഴേക്ക് നമ്മൾ പാവാട സൈഡിലേക്ക് ചേർത്ത് വെച്ച് തയ്ക്കുകയാണ് ചെയ്യണം. ഇതിപ്പോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഈ കട്ട് ഇങ്ങനെ മാത്രം കട്ട് ചെയ്യാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ചേർത്ത് തയ്ക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്ത് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനൊക്കെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒരു പിന്നൊക്കെ കുത്തി വെച്ച് കറക്റ്റ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവരുത്. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ച് താഴേന്ന് മേലോട്ട് തയ്ക്കുന്നതാണ് സൗകര്യം കേട്ടോ. കാരണം ചിലപ്പോൾ കുറച്ച് ഇടയ്ക്കൊരു ബൾജൊക്കെ വരും. അത് ഒഴിവാക്കാൻ നമ്മൾ താഴെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് തയ്ക്കാൻ, മുകളിൽ നിന്ന് താഴേക്ക് തയ്ക്കുമ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഏറ്റിറക്കം പോലെയൊക്കെ വരും. അപ്പൊ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് താഴെ പിടിച്ചിട്ട് മുകളിലോട്ട് തയ്ക്കുക. അത് മറ്റേ സൈഡ് തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴേക്ക് തയ്ക്കുകയാണ്. 2 രീതിയിൽ ഞാൻ തയ്ച്ച് കാണിച്ചു തരാം. നമ്മൾ അവിടെ കുറച്ച് അകത്തോട്ട് കയറ്റി കട്ട് ചെയ്ത് ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു ഡോട്ട് ഇടും പോലെ തന്നെ ഇത് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് എന്ന് പറഞ്ഞപ്പോൾ 2 സൈഡിൽ നിന്നും കൂടെ 1 ഇഞ്ച് ആവും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഈ പ്രിൻസസ് കട്ടിനെ നമ്മൾ വേറെ എങ്ങും കട്ട് ചെയ്യാതെ തയ്ക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡും ഇതുപോലെ പിടിച്ച് പിൻ ചെയ്തൊക്കെ വെക്കണം. കൃത്യമായിട്ട് പിൻ ചെയ്തൊക്കെ വെച്ചിട്ട് വേണം. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും ചിലപ്പോൾ. അതുകൊണ്ട് ഇനി നമുക്കിത് താഴേന്ന് മേളിലോട്ട് തയ്ക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ക്കാം കേട്ടോ. താഴെ ഭാഗം പിടിച്ച് അങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് തയ്ക്കാം. അപ്പോൾ ഇച്ചിരി ഏറ്റിറക്കമൊക്കെ വന്നാൽ അത് കൈക്കുഴിയുടെ അവിടെ നമുക്കത് വെട്ടി ഒഴിവാക്കാം. അതുകൊണ്ടാണ് താഴേന്ന് മുകളിലേക്ക് തയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് തയ്ക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കുറച്ച് ഏറ്റിറക്കം പോലെയൊക്കെ വരും. അപ്പം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ താഴെ ഭാഗത്തുനിന്ന് കറക്റ്റ് ചെയ്ത് കൈക്കുഴിയിൽ അങ്ങോട്ട് തയ്ക്കണം.
കൈക്കുഴിയിൽ അങ്ങോട്ടാകുമ്പോൾ അവിടെ തുറന്ന് കിടക്കണ ഭാഗമാണ്. ഇച്ചിരി കയറി ഇറങ്ങിയൊക്കെ ഇരുന്ന് നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതുകൊണ്ട് നിങ്ങൾ തയ്ക്കുമ്പോൾ താഴേന്ന് മുകളിലേക്ക് തയ്ച്ചാൽ മതി. തയ്ച്ചു രണ്ട് സൈഡും നമ്മൾ തയ്ച്ചു. ഇത്രയേ ഉള്ളൂ പ്രിൻസസ് കട്ടിന്റെ തയ്യൽ. ഇത് നമ്മളൊരു ഡോട്ട് ഇട്ട് വെക്കും പോലെ അങ്ങ് തയ്ച്ചാൽ മതി. പക്ഷെ അവിടെ ആ കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മളൊരു 1/2 ഇഞ്ച് കട്ട് ചെയ്യുമ്പോൾ അത് 1/2 ഇഞ്ച് രണ്ട് സൈഡിലും ആകുമ്പോൾ 1 ഇഞ്ച് ആവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ പ്രിൻസസ് കട്ടിന് വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ അങ്ങ് തയ്ച്ചാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് തയ്ക്കണവർക്ക് അത് ഒരു വിഷയമല്ല ആർക്കും, അതെല്ലാവരും തയ്ക്കും. പക്ഷെ ഇത് ഇങ്ങനെ തയ്ക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ അത് എങ്ങനെ വരും എന്ന്. അതാണ് ഇത് കാണിച്ചു തന്നത്. ഇത് നമ്മൾ കഴുത്ത് തയ്ക്കുകയാണ് കേട്ടോ. കഴുത്ത് നമ്മൾ ക്യാൻവാസിൽ ഒട്ടിച്ചു. കഴുത്തൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഉള്ള മോഡലുകളിലൊക്കെ നമുക്ക് തയ്ക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ എൻ്റെ ബ്ലൗസിന്റെ ക്ലാസ് കുറേ പേരൊക്കെ ഏകദേശം കുറച്ച് പേരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ജോയിൻ ചെയ്യണമുള്ളവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾ എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഫുള്ള് ക്ലാസ് നിങ്ങളെ മൊബൈലിൽ വരും കേട്ടോ. എപ്പോൾ ജോയിൻ ചെയ്താലും വരും, ഫുള്ള് ക്ലാസ് തന്നെ വരും, അതിന് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ജോയിനിങ് എല്ലാവർക്കും ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ഓട്ടോ ജോയിനിങ് ആക്കി വെച്ചേക്കണവർക്ക് കുഴപ്പമില്ല. അത് ക്ലോസ് ചെയ്തെങ്കിൽ ഒന്നും കൂടെ ജോയിൻ ചെയ്യണം. ഇനി 299 ആയിപ്പോയവർ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ 299 അത് ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾ 199 ഒന്നേന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ചിലർ 299 ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇപ്പൊ അടുത്ത മാസം ആകുമ്പോൾ നിങ്ങൾ ആ 299 ഓട്ടോ ക്യാൻസൽ ചെയ്യണം കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്നേന്ന് ആ 199 ക്യാൻസൽ ചെയ്താൽ മതി, അല്ല 199 ജോയിൻ ചെയ്താൽ മതി. നമ്മൾ ബേക്കാണ് തയ്ക്കുന്നത് കേട്ടോ. ബേക്കൊക്കെ സാധാരണ നമ്മൾ തയ്ക്കുന്ന അതേ മെത്തേഡിൽ നമ്മൾ അങ്ങ് തയ്ക്കുകയാണ്. എത്രയാണ് കഴുത്തിറക്കം വേണ്ടതെന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കഴുത്തിറക്കം ഇട്ട് കൊടുക്കണം. നമ്മൾ ഫ്രണ്ട് ജോയിൻ ചെയ്യണം, ക്ലോസ് ജോയിനിങ് ആണ്. അപ്പൊ ഞാൻ ഇതുപോലെ ഈ സാരിയുടെ 1-2 എണ്ണം ഇവിടെ തയ്ച്ചിട്ടേക്കുന്ന കണ്ടപ്പോൾ എല്ലാവരുടെ വീട്ടിലും സാരികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചുരിദാറുകൾ ഈ ബോർഡർ ഫ്രണ്ടില് ബോർഡറൊക്കെ എടുത്ത് സാരി തയ്ക്കാനായിട്ട് കുറേ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നേക്കാണ് ഇതുപോലെ തയ്ച്ചു കൊടുക്കാനായിട്ട് പലരും. എല്ലാവർക്കും സാരി ഇഷ്ടം പോലെ വീടുകളിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ പലരും ബ്ലൗസ് കറക്റ്റ് ആവാത്തോണ്ടാണ് സാരി ഉടുക്കാത്തത്. പിന്നെ പഴയ സാരികളായപ്പോൾ ആരും അങ്ങനെ ഉടുക്കാറില്ല. അപ്പൊ അത് ഇതുപോലെ ടോപ്പ് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പൊ നിങ്ങളും അതുപോലെ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ച് നിങ്ങളെ ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിരുന്നാൽ മതി. 1-2 സാരി നല്ല മോഡലിലൊക്കെ തയ്ച്ച് ഡിസ്പ്ലേ ചെയ്ത് അത് കാണുമ്പോൾ ആൾക്കാർക്ക് അപ്പോഴാണ് ഒരു ഊഹിക്കുന്നത്, ഓ സാരി ഇങ്ങനെ തയ്ക്കാല്ലേ. പിന്നെ ഓൺലൈനിലൊക്കെ നല്ല ചെറിയ വില കുറഞ്ഞ സാരികളൊക്കെ കിട്ടും. അപ്പൊ അതൊക്കെ മേടിച്ച് പലരും ഇതുപോലെ തയ്ക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ 1-2 സാരികൾ തയ്ച്ച് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോഴത്തേക്ക് ഇതുപോലെ ആൾക്കാർ കാണുമ്പോഴത്തേക്ക് തയ്ക്കാൻ തോന്നും. അപ്പൊ എനിക്ക് കുറേ സാരികൾ ഇതുപോലെ കിട്ടി കേട്ടോ തയ്ക്കാൻ. ഞാൻ 1-2 സാരി ഇവിടെ തയ്ച്ച് ഡിസ്പ്ലേ ചെയ്ത കണ്ടിട്ടാണ്. കൈയൊക്കെ വെച്ച് തയ്ക്കുക നമ്മള്. ഇതിലിപ്പോ ഈ കൊണ്ടുവരുന്നവർക്ക് തുണി ലാഭമുണ്ട്, തയ്യക്കൂലിയും ലൈനിങ്ങിന്റെ പൈസയും മാത്രം മതിയല്ലോ. ഇതിപ്പോ ഞാൻ തയ്ച്ച തയ്യക്കൂലി വാങ്ങുന്നത് 250 രൂപയാണ് കേട്ടോ. 250 രൂപ ഇതിന് ഞാൻ വാങ്ങുള്ളൂ. അപ്പൊ അവര് നോക്കുമ്പോ 250 100 രൂപ ലൈനിങ്ങും 350 രൂപയല്ലേ ആവുള്ളൂ.
നല്ല ഭംഗിയായിട്ട് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. ഡെയിലി ജോലിയൊക്കെ ഉള്ളവർക്ക് ഇതുപോലൊക്കെ തയ്ച്ചിടുന്നത് നല്ലതാണ്. ഇഷ്ടം പോലെ മാറി മാറി ഇട്ടോണ്ട് പോകാമല്ലോ. നമ്മള് അവിടെ ഇത് തയ്ച്ചോണ്ടാണ് അത്ര ഭാഗം ഒന്ന് ഒരു ഡിഫറൻറ്റ് വന്ന കേട്ടോ. ബാക്ക് അത് നമ്മളങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. ഫ്രണ്ടിൽ നമ്മൾ പ്രിൻസസ് കട്ട് വെട്ടിയോണ്ടാണ് അത് അത്ര ഭാഗം അവിടെ ബാക്കി വന്നത്. ഇനി നമ്മൾ ഇതിന്റെ ബോർഡർ രണ്ട് സൈഡിലും ചെറിയ വീതിക്ക് വെച്ച് തയ്ക്കണമെന്ന് പറഞ്ഞു. അതാണ് ഞാനിതാ ഇവിടെ വെക്കുന്നത്. അതായത് നമ്മളെ സ്ലിറ്റിന്റെ ഭാഗത്ത്. ഓരോരുത്തർ ഓരോ മോഡൽ പറയുമ്പോൾ നമ്മൾ അതുപോലെ തയ്ച്ചു കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് തയ്ച്ചു. ഫ്രണ്ടിൽ മാത്രമാണ് ഈ ബോർഡർ വയ്ക്കേണ്ടത്. നമ്മളിത് തയ്ച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ പ്രിൻസസ് കട്ട്, ഈ മോഡലിലെ പ്രിൻസസ് കട്ടിന് കേട്ടോ. ഓക്കെ, ഇതാണ് ആ ടോപ്പ്.